ഗുഡ് ഈവനിങ് ഓൾ. ട്രാൻസ്പെയർ ഗ്രൂപ്പിന്റെ ടി ടോക്കിന്റെ 14ാമത്തെ വെബിനാറിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഞാൻ രശ്മി, സ്ഥലം ബാംഗ്ലൂരാണ്. ട്രാൻസ്പെയർ ഗ്രൂപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രൊഫഷണൽ ട്രെയിനിങ് കോഴ്സ് പൂർത്തിയാക്കിയ സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ള 15 വ്യത്യസ്ത പ്രൊഫഷണലുകളുടെ കൂട്ടായ്മയാണ് ട്രാൻസ്പെയർ. സമൂഹത്തിലേക്ക് പുതിയ ആശയങ്ങളും പുതിയ ട്രെയിനിങ്ങുകളും കൈമാറുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ട്രാൻസ്പെയറിന്റെ ടി ടോക്ക് എന്ന വെബിനാർ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്നത്തെ വെബിനാറിൽ നമ്മൾ സംസാരിക്കുന്നത് ഒരു കുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഘട്ടമാണ് കരിയർ ചൂസ് ചെയ്യുക എന്നുള്ളത്. പലപ്പോഴും കരിയർ ചൂസ് ചെയ്യുന്ന ടൈം വരുമ്പോൾ നമുക്ക് മാതാപിതാക്കൾക്കായാലും കുട്ടികൾക്കായാലും വളരെ കൺഫ്യൂഷൻ വരാറുണ്ട്. എന്ത് പഠിക്കണം, എങ്ങനെ കരിയർ ചൂസ് ചെയ്യണം, എപ്പോഴും കൺഫ്യൂഷൻ ഉള്ള ഒരു ഏരിയയാണ്. ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് എങ്ങനെ നല്ലൊരു കരിയർ ജേണി യാത്ര സ്റ്റാർട്ട് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നൊരു വെബിനാർ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് നമ്മോടൊപ്പം വെബിനാർ എടുക്കാനുള്ളത് ജുവൽ മാത്യു മാം ആണ്. മാം കരിയർ കൗൺസിലർ ആയിട്ടും ടീച്ചറായിട്ടും വർക്ക് ചെയ്യുന്നതാണ്. ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ കരിയർ ഗൈഡൻസിൽ വർക്ക് ചെയ്യുന്നതാണ് മാം. മാമിനെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ട്രാൻസ്പെയർ ഗ്രൂപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് സൈൻ ലാംഗ്വേജ് ഇന്റർപ്രിട്ടേഷൻ. നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവർക്കും ഇത് മനസ്സിലാവുക എന്നുള്ളതാണ് നമ്മൾ കൊടുക്കുന്ന ലക്ഷ്യം. ആ ഒരു ലക്ഷ്യത്തോടു കൂടി നമുക്ക് സൈൻ ലാംഗ്വേജിനെ കുറിച്ച് വളരെ വ്യക്തമായി ക്ലാസ് എടുക്കുന്നത് നമ്മുടെ ലോയിസ് മാമാണ്. ലോയിസ് മാമിനെയും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ ഓരോരുത്തരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ട്രാൻസ്പെയർ ഗ്രൂപ്പിന്റെ മറ്റൊരു പ്രത്യേകതയാണ് നമ്മൾ ഓരോ സെഷൻ കഴിയുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്വിസ് കോമ്പറ്റീഷൻ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുക. ചോദ്യങ്ങൾക്ക് നല്ല രീതിയിൽ ആൻസർ പറയാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക. വെൽക്കം ജുവൽ മാം. നമുക്ക് മൈക്ക് ജുവൽ മാമിന് കൈമാറാം. താങ്ക് യു മാം. എന്നെ നന്നായി പരിചയപ്പെടുത്തിയതിന് താങ്ക് യു രശ്മി മാം. ഗുഡ് ഈവനിങ് ഓൾ. ഇന്നെല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിതരായിട്ട് എൻ്റെ ക്ലാസ് കേൾക്കാനായിട്ട് എത്തിയിരിക്കുന്ന എല്ലാവർക്കും ഞാൻ എൻ്റെ നമസ്കാരം. കഷ്ടപ്പെട്ടിട്ടല്ലേ ഒരു ജോലി കിട്ടുന്നത്. നമുക്കൊരു ജോലി കിട്ടാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഡിഗ്രി നമ്മുടെ കാലത്തുള്ള പോലെയല്ല ഇന്നത്തെ കാലത്ത് ഡിഗ്രി മാത്രം പോരാ. നമ്മുടെ സോഫ്റ്റ് സ്കിൽസും അതേപോലെ തന്നെ സർട്ടിഫിക്കേഷനും ഒക്കെ ഒരുപാട് പ്രാധാന്യമുള്ള ഒന്നാണ്. ഇന്ന് നിങ്ങൾ ജോലി കഴിഞ്ഞ് വന്നിരിക്കുന്ന അവസ്ഥയില് നിങ്ങൾ നല്ല സന്തുഷ്ടരാണോ? നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് ജോലി കിട്ടിയത്. അപ്പൊ ജോലി കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് നമുക്ക് തോന്നുന്നത് പിടിച്ചതിനേക്കാളും വലുതാണല്ലോ അളയിലുള്ളത് എന്ന്. എന്താന്ന് വെച്ചാല് അതുവരെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ആ ജോലിയിലേക്ക് എത്തിച്ചേർന്നെങ്കിലും പിന്നീട് നമ്മുടെ കരിയർ ചൂസ് ചെയ്ത് നമ്മൾ എത്തുമ്പോൾ അവിടെ ഒരുപാട് സമ്മർദ്ദങ്ങളും പ്രശ്നങ്ങളും നേരിടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ഇപ്പോഴായിരിക്കുന്ന തൊഴിൽ മേഖലയിൽ നിങ്ങൾ സന്തുഷ്ടരാണോ? അപ്പൊ നമ്മളിതൊരു ഓൺലൈൻ സെക്ഷൻ ആയതുകൊണ്ട് നമുക്ക് ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് സന്തുഷ്ടരാണെങ്കിൽ ഏത് ഇമോജിയാണ് നിങ്ങൾ ഇടുക? ഒന്ന് ഇടാമോ ആരെങ്കിലും? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാപ്പിയാന്ന് വെച്ചാൽ ഹാപ്പി, നിങ്ങൾ സന്തുഷ്ടരാന്ന് വെച്ചാൽ ഹാപ്പി ഇമോജി ഇടാം. സാഡ് ആണെങ്കിൽ ദുഃഖത്തിന്റെ ഇമോജി ഇടാം. അല്ലെങ്കിൽ ഇത് ഒന്നുമല്ലാതെ രണ്ടും കൂടി സമ്മിശ്രമായ വികാരമാണോ? അല്ലെങ്കിൽ ജഗതി മറ്റേ ഉദയനാണ് താരത്തിലെ സിനിമയിൽ കണ്ട പോലെ ഒരു നവരസം അല്ലാണ്ട് മറ്റേതൊരു 10ാമത്തെ ഒരു രസം കാണിക്കുന്നില്ലേ, അതുപോലത്തെ വികാരമാണ്? എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എല്ലാവരും ഹാപ്പിയാണ്. നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ എല്ലാവരും ഹാപ്പി ആയിട്ടാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാവരും സന്തുഷ്ടരായിട്ടാണ് അല്ലെങ്കിൽ ഹാപ്പിയോട് കൂടിയാണ് ആ തൊഴിൽ മേഖല തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇന്ന് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ജോലി നേടുക എന്നത് ഒരു ഘട്ടം മാത്രമാണ്. അത് കഴിഞ്ഞൊരു മികച്ച പ്രൊഫഷണൽ ആവുക എന്നത് ഒരു തുടർച്ചയായ ഒരു യാത്രയാണ്. മികച്ച പ്രൊഫഷണൽ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉയർന്ന ശമ്പളം വാങ്ങിക്കുന്ന ഒരാളല്ല,
അതുപോലെ തന്നെ മറ്റുള്ളവരോട് ഉത്തരവാദിത്തോട് പ്രവർത്തിക്കുന്ന, മറ്റുള്ളവരെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് മികച്ച പ്രൊഫഷണൽ ആയിട്ട് കണക്കാക്കാൻ സാധിക്കുക. ഞാൻ 3 ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങൾ 5 വർഷത്തിനുള്ളിൽ തീരും. അതായത് നിങ്ങൾ ഇപ്പോഴിരിക്കുന്ന ഒരു പോസ്റ്റ് ഉണ്ടല്ലോ, ഞാൻ കരിയർ ജേർണിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴിരിക്കുന്ന പോസ്റ്റ്, ഇപ്പൊ നമ്മളൊരു ബാങ്ക് ക്ലർക്ക് പോസ്റ്റ് ആണെന്ന് വെച്ചാൽ നിങ്ങൾ 5 വർഷം കഴിയുമ്പോൾ ഏത് പോസ്റ്റിലായിരിക്കും നിങ്ങൾ ഇരിക്കുക? ഞാൻ ഈ ക്വസ്റ്റ്യൻ ക്യാമ്പസ് പ്ലേസ്മെന്റിനൊക്കെ പിള്ളേരോട് മോക്ക് ഇന്റർവ്യൂ നടത്തുമ്പോൾ എനിക്കൊരു കാര്യം പെട്ടെന്ന് ഓർമ്മ വന്നതാണ്. ഡു യു സീ യുവർ സെൽഫ് ആഫ്റ്റർ 5 years എന്ന് ഞാൻ എവിടെയോ വായിച്ചു കേട്ടതാണ്. അപ്പോൾ അവര് പറഞ്ഞ ഒരു മറുപടി, ഇനി അനദർ റൂം, ഞാൻ വേറൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യായിരിക്കും. അതുപോലെ ആകരുത്. നമ്മളിപ്പോൾ ക്ലർക്ക് ആയിരിക്കുക എന്ന് വെച്ചാൽ നമുക്ക് അതിന്റെ ഒരു കാഷ്യറോ അല്ലെങ്കിൽ അസിസ്റ്റന്റ് മാനേജറോ ആ ലെവലിലേക്ക് 5 വർഷം കഴിയുമ്പോൾ നമ്മൾ എത്തിയിരിക്കണം. അപ്പൊ ആ ചോദ്യം നിങ്ങൾ മനസ്സിൽ വെച്ചല്ലോ. 5 വർഷം കഴിയുമ്പോൾ നമ്മൾ എവിടെ എത്തും? രണ്ടാമത്തെ ചോദ്യം ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഈ 5 വർഷത്തിനുള്ളിൽ ഏത് പുതിയ കഴിവുകളാണ് നിങ്ങൾ പഠിക്കുക? മൂന്നാമത്തെ ചോദ്യം ഞാൻ ചോദിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ആയിരിക്കുന്ന തൊഴിൽ മേഖലയിൽ നേരിടുന്ന പ്രധാന വെല്ലുവിളി എന്താണ്? അപ്പൊ ആ 3 ക്വസ്റ്റ്യനും നമ്മൾക്ക് ഈ സെഷൻ കഴിയുമ്പോഴേക്കും കൃത്യമായിട്ട് നിങ്ങൾ ആൻസർ എഴുതി വെച്ചിട്ടുണ്ടാവും. അതിലൊരു എൻ്റെ ഒരു സെക്ഷൻ ഒരു പ്രചോദനമായിക്കൊള്ളും എന്ന് ഞാൻ വിചാരിക്കുന്നു. ആദ്യമായി തന്നെ ഒരു പ്രൊഫഷണൽ കരിയർ ജേണിക്ക് നമുക്ക് വ്യക്തമായ ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. വിജയകരമായ ഒരു കരിയറിന്റെ ആദ്യപടി വ്യക്തമായ ലക്ഷ്യമാണ്. നമ്മൾ എവിടെ എത്തണമെന്ന് നമുക്ക് കൃത്യമായ ലക്ഷ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ശരിയായ രീതിയിൽ അവിടെ എത്തിച്ചേരുകയുള്ളൂ. ഞാൻ നിങ്ങളോട് ഒരു കഥ പറയാം. ഒരു യുവാവ് വീട്ടിലിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു പുസ്തകത്തിൽ ഒരു മലയെക്കുറിച്ച് വായിക്കാൻ ഇടവന്നു. അപ്പൊ ആ മലയെക്കുറിച്ച് വായിച്ചു കഴിഞ്ഞപ്പോൾ ആ മലയുടെ മുകളിൽ അതിസുന്ദരമായ ഒരു പ്രദേശമുണ്ടെന്നും അത് തനിക്ക് കാണണമെന്നും ആ യുവാവിന് അതിയായ ആഗ്രഹം തോന്നി. അതുകൊണ്ട് കുറച്ചു നാളത്തെ പരിശ്രമങ്ങൾക്ക് ശേഷം ആള് എല്ലാ സജ്ജീകരണങ്ങളോടും കൂടി ആ മലയുടെ ചുവട്ടിലെത്തിയപ്പോഴാണ് ആൾക്ക് മനസ്സിലായത്, ഈ മലയ്ക്ക് എന്ത് ഉയരമാണ്, ഇത് മുഴുവൻ എനിക്ക് കയറാൻ പറ്റും. അപ്പൊ ആള് ഭയങ്കര ദുഃഖിതനായപ്പോൾ മടങ്ങാൻ എനിക്കിത് ചെയ്യാൻ പറ്റില്ല, ഞാൻ എന്തായാലും വീട്ടിലേക്ക് മടങ്ങി പോകാം എന്ന് വിചാരിച്ച് അയാൾ തിരിച്ചു നടക്കുമ്പോഴാണ് ഒരു വയസ്സായ ഒരാളെ കാണാൻ ഇടവന്നത്. അപ്പോൾ അയാൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ തിരിച്ചു നടക്കുന്നത്? അപ്പൊ പറഞ്ഞു, ഇത്ര വലിയ മല എനിക്ക് ഒരിക്കലും കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ വയസ്സനായ ഒരാൾ പറഞ്ഞു, ഇതിന് 5 ലാൻഡ്മാർക്സ് ഉണ്ട്. ഈ 5 ലാൻഡ്മാർക്സും 5 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ഒരു ലാൻഡ്മാർക്ക് വരുന്നത്. അങ്ങനെ 5 ലാൻഡ്മാർക്ക് ഉണ്ട്. ഓരോ ലാൻഡ്മാർക്കിന്റെയും പ്രത്യേകതകളും പറഞ്ഞു കൊടുത്തു. ആദ്യത്തെ ലാൻഡ്മാർക്ക് ചെറിയ ഉരുളൻ കല്ലുകളാണ്. പിന്നീട് രണ്ടാമത്തെ ലാൻഡ്മാർക്കിൽ കുറച്ച് മുള്ളുകളും കാടുകളുമുണ്ട്. ചട്ടി പുരണ്ട സ്ഥലമാണ്. 4ാമത്തെ ലാൻഡ്മാർക്കിൽ സ്റ്റീപ്പ് ആയിട്ടുള്ള കുന്നുകളാണ്. അത് കഴിഞ്ഞ് 5ാമത്തെ എത്തുമ്പോഴാണ് നമ്മൾ ഡെസ്റ്റിനേഷൻ പോയിന്റ് എത്തുന്നത്. നമ്മളപ്പോ ആദ്യത്തെ ലാൻഡ്മാർക്ക് ലക്ഷ്യം വെച്ച് യാത്ര തുടങ്ങാം. ഇത് കേട്ടപ്പോൾ യുവാവിന് കുറച്ച് ആത്മവിശ്വാസമൊക്കെ വന്നു. അപ്പൊ ഈ കഥയിൽ നിന്ന് നിങ്ങൾ എന്ത് പാഠമാണ് ഉൾക്കൊണ്ടത്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറയും. കരിയറായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് പാഠാണ് തോന്നിയത്? എല്ലാവരും ബിസിയാണോ? അല്ലെങ്കിൽ ഞാൻ ഉത്തരം തന്നെ പറയാം. എന്താന്ന് വെച്ചാൽ ആദ്യത്തെ പടി എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ എന്താണ് വലിയ ലക്ഷ്യങ്ങള് നമ്മൾ ചെറിയ ഘടകങ്ങളായി പ്രവർത്തിച്ചാൽ
നമുക്ക് ലക്ഷ്യം നേടാൻ പറ്റും. അപ്പൊ എവിടെ എത്തണമെന്ന് അറിയുന്ന ഒരാൾക്ക് ഓരോ ചുവടും വിജയത്തിലേക്കുള്ള വഴിയാണ്. ഇതിനെ നമുക്ക് കരിയറുമായി ബന്ധപ്പെടുത്തി നോക്കുകയാണെങ്കിൽ, ഒരു സെയിൽസ് ട്രെയിനി ആയിരിക്കുന്ന ഒരാൾക്ക് ലക്ഷ്യം എന്താണ്? ഒരു ലീഡർഷിപ്പ് റോളുകളാണ്. അപ്പൊ ആയിരിക്കുന്ന ആൾക്ക് എന്തായാലും പ്രൊഡക്റ്റ് നോളേജ് വേണം, കസ്റ്റമറെ എങ്ങനെ ഡീൽ ചെയ്യാം, കമ്മ്യൂണിക്കേഷൻ വേണം, അതൊക്കെ അദ്ദേഹത്തിന് വേണ്ട സ്കില്ലുകളാണ്. ഈ ലീഡർഷിപ്പ് റോളിലേക്ക് എത്തുമ്പോൾ വേണ്ട ഓവറോൾ കമ്പനി ഗ്രോത്തിനെ കുറിച്ചും റവന്യൂ സ്ട്രാറ്റജിനെ കുറിച്ചും ഒക്കെ അയാൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ വ്യക്തമായ ലക്ഷ്യമുണ്ടെങ്കിൽ അയാൾക്ക് സെയിൽസ് ട്രെയിനി കഴിഞ്ഞ് സീനിയർ സെയിൽസ് എക്സിക്യൂട്ടീവ് ആകാം, അതേപോലെ തന്നെ സെയിൽസ് ടീം ലീഡർ ആവാം, ദെൻ അസിസ്റ്റന്റ് സെയിൽസ് മാനേജർ ആകാം, ദെൻ റീജിയണൽ സെയിൽസ് മാനേജർ ആകാം, ദെൻ ലീഡർഷിപ്പ് റോളിലേക്ക് എത്താം. അപ്പൊ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ സ്കിൽസും നമുക്ക് ഇപ്പോൾ അറിയുകയാണെങ്കിൽ നമ്മൾക്ക് വേഗത്തിൽ ആ പ്രൊഫഷനിൽ ഗ്രോത്ത് ഉണ്ടാവാൻ സാധിക്കും. ഞാനൊരു വേറെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു HR കഥ ഞാൻ പറയാം. ഒരു HR പ്രൊഫഷണലിന്റെ കഥ. ആൾക്ക് നമ്മൾ അനിത എന്ന പേര് വിളിക്കാം. ഒരു കമ്പനിയിലെ HR മാനേജർ ആയിരുന്ന അനിതയ്ക്ക് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. കമ്പനിയിൽ മികച്ച കഴിവുള്ള ജീവനക്കാരെ കണ്ടെത്തുക, അവരുടെ വളർച്ചയ്ക്ക് സഹായം ചെയ്യുക എന്നത്. ആദ്യം ജീവനക്കാരുടെ നിയമനം മാത്രം നോക്കിയിരുന്ന അനിത പിന്നീട് ഓരോ ജീവനക്കാരുടെയും കഴിവുകളും താല്പര്യങ്ങളും മനസ്സിലാക്കി അവർക്ക് പ്രത്യേക കോച്ചിങ് കൊടുത്തു. ഒരു 2 വർഷത്തിന് ശേഷം ആ കമ്പനിയില് ആ ജീവനക്കാരുടെ മികച്ച പ്രകടനം കാണാൻ സാധിച്ചു. അതേപോലെ ആ കമ്പനി വളരെയധികം ലാഭത്തിലേക്ക് നീങ്ങുന്നതായിട്ട് കാണാൻ സാധിച്ചു. ഇവിടെ HR അനിത ചെയ്തത് എന്താണ്? ശരിയായ ആളെ ശരിയായ സ്ഥാനത്ത് എത്തിച്ചു. ഇത് ഈ പ്രൊഫഷനിൽ മാത്രമല്ല, എല്ലാ പ്രൊഫഷനിലും, IT പ്രൊഫഷനിലാവട്ടെ, ടീച്ചേഴ്സിന്റെ പ്രൊഫഷനിലാവട്ടെ, എങ്ങനെയായാലും നമ്മൾ കുട്ടികളെ മോൾഡ് ചെയ്യുമ്പോഴും ശരിയായ രീതിയിൽ നമ്മൾ എത്തിച്ചാൽ നല്ല തലമുറയെ നമുക്ക് ഒരു ടീച്ചേഴ്സിന് വാർത്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുപോലെ തന്നെയാണ്. അപ്പൊ നമ്മൾ ആദ്യത്തെ ഘട്ടം നമ്മൾ എന്താണ് സംസാരിച്ചത്? വ്യക്തമായ ലക്ഷ്യം ഉണ്ടായിരിക്കണം. അടുത്തതായി നമുക്ക് അറിവ് മാത്രം പോരാ. ഇന്നത്തെ കാലത്ത് ഡിഗ്രികളും സർട്ടിഫിക്കറ്റുകളും മാത്രം പോരാ, നമുക്ക് പ്രത്യേകമായി ടെക്നിക്കൽ സ്കിൽസും സോഫ്റ്റ് സ്കിൽസും ഉണ്ടായിരിക്കേണ്ടതാണ്. ഡിഗ്രികളും സർട്ടിഫിക്കറ്റുകളും സർട്ടിഫിക്കേഷൻ കോഴ്സ് സർട്ടിഫിക്കറ്റുകൾ. ഇന്ന് ഞാൻ ക്യാമ്പസ് പ്ലേസ്മെന്റിനൊക്കെ കുട്ടികൾക്ക് മോക്ക് ഇന്റർവ്യൂ നടത്തുമ്പോൾ പറയും, നമുക്ക് സെക്കൻഡ് ഇയേഴ്സിന് നടത്തുമ്പോൾ നമ്മൾ പറയും സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ ആവശ്യമാണ് എന്ന് പറഞ്ഞ് സെക്കൻഡ് ഇയർ കഴിഞ്ഞ് അവര് തേർഡ് ഇയേഴ്സിന് ഇന്റർവ്യൂവിന്. അപ്പൊ ആദ്യത്തെ റെസ്യൂം നമ്മൾ കാണുമ്പോൾ റെസ്യൂമെ കാണുമ്പോൾ നമുക്ക് തോന്നും, ഓ റെസ്യൂമേൽ ഒന്നുമില്ലല്ലോ എന്ന് തോന്നും. അത് കഴിഞ്ഞ് തേർഡ് ഇയേഴ്സിൽ നമ്മളിങ്ങനെ സർട്ടിഫിക്കേഷൻ വേണം, ഇന്റേൺഷിപ്പ് വേണം എന്നൊക്കെ പറഞ്ഞ് തേർഡ് ഇയേഴ്സിന് ചെന്ന് കഴിയുമ്പോൾ സർട്ടിഫിക്കേഷനിൽ ഒരു പേജ് നിറച്ച് സർട്ടിഫിക്കേഷൻ. ഞാനിപ്പോ പെട്ടെന്ന് അത് ഓർമ്മ വന്നത്. അപ്പൊ നമുക്ക് റെലവെന്റ് ആയ 2, 3, 4 സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ മാത്രം ചെയ്താൽ മതി. നമ്മുടെ ഏതാണ് പ്രൊഫഷൻ അത് റിലേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻ കോഴ്സസ് ചെയ്താൽ മതി. അതുപോലെ തന്നെയാണ് ടെക്നിക്കൽ സ്കിൽസും. നമുക്കറിയാം 2018 കഴിഞ്ഞ് 2020 നമുക്ക് കോവിഡ് വന്നത്. കോവിഡ് വന്നു കഴിഞ്ഞപ്പോ നമ്മൾ എല്ലാവരും, അതായത് പ്രത്യേകിച്ച് എൻ്റെ പ്രൊഫഷനായ ടീച്ചർ അധ്യാപകര് സോഫ്റ്റ്വെയർ ടൂൾസ് എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് ഏറ്റവും നന്നായി പഠിച്ചത് അധ്യാപകരാണ്. കോവിഡ് വന്നപ്പോ ഏറ്റവും 8ന്റെ പണി കിട്ടിയത് ആർക്കാണ്? ടീച്ചേഴ്സിനാണ്, അല്ലെ? എങ്ങനെ വേർഡ്, എക്സല്, എങ്ങനെ ഗൂഗിൾ മീറ്റ് എങ്ങനെ എടുക്കാം, അതൊക്കെ പഠിച്ചത് നമ്മൾ കോവിഡിന്റെ സമയത്താണ്. അപ്പൊ സോഫ്റ്റ്വെയർ ടൂൾസ് ഇന്ന് അതിനേക്കാളും കൂടുതലായിട്ട് AI ടൂൾസും അതേപോലെ തന്നെ ChatGPT ഒക്കെ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പൊ ടെക്നിക്കൽ സ്കിൽസിന്റെ വളർച്ച പെട്ടെന്ന് തന്നെ ദ്രുതഗതിയിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്ന് നമുക്ക് വേണ്ട ഒരു സ്കില്ലാണ്, ഒരു സോഫ്റ്റ് സ്കില്ലാണ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ ആണ് എല്ലാ സ്കില്ലുകളുടെയും അടിസ്ഥാനമായിട്ട് കണക്കാക്കുന്നത്. നമുക്ക് കൃത്യമായി വ്യക്തതയോടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്
കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വഴിയാണ്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വഴി നമുക്ക് നല്ല കോൺഫിഡൻസ് വളർത്താനും അതുപോലെ തന്നെ നല്ല നമ്മുടെ കൊലീഗ്സ് ആയിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കാനും കഴിയും. ഇപ്പൊ നമ്മളൊരു പ്രൊജക്റ്റ് എടുക്കാന്ന് വെച്ചാൽ നല്ലൊരു ടീം വർക്ക്, ആ പ്രൊജക്റ്റ് ഒരു ടീം വർക്കിന്റെ ഒരു നല്ലൊരു ഫലമാണ്. ആ ടീം വർക്കിലുള്ള മെമ്പേഴ്സ് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ അതൊരു ഫെയിലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അമേരിക്കൻ എഴുത്തുകാരനായ ജെയിംസ് ഹ്യൂമസ് പറഞ്ഞത് ദ ആർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് ദ ലാംഗ്വേജ് ഓഫ് ലീഡർഷിപ്പ് എന്നാണ്. അതായത് കമ്മ്യൂണിക്കേഷന്റെ പിന്നാലെ ഒരുപാട് സ്കിൽസ് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിലൊന്നാണ് ലീഡർഷിപ്പ്. നന്നായി സംസാരിക്കാൻ കഴിയുന്ന ഒരാൾ നന്നായിട്ട് നേതൃത്വം കൊടുക്കാനും സാധിക്കും. അതേപോലെ തന്നെ നന്നായി പ്രശ്നങ്ങൾ പരിഹരിക്കാനും കഴിയും. അതായത് പ്രോബ്ലം സോൾവിങ് സ്കില്ല്. അപ്പൊ ഇതിനൊക്കെ വേണ്ടി നമുക്ക് വേണ്ട സ്കില്ലാണ് ആക്റ്റീവ് ലിസണിങ് സ്കില്ല്. നല്ല ശ്രദ്ധയോടെ നമ്മൾ കാര്യങ്ങൾ കേൾക്കണം. എന്നാൽ മാത്രമാണ് നന്നായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ശ്രദ്ധയോടെ കേൾക്കുക, വ്യക്തമായി സംസാരിക്കുക, മറ്റുള്ളവരുടെ അഭിപ്രായം മാനിക്കുക, ശരിയായ രീതിയിൽ പ്രതികരിക്കുക. ഇതാണ് കമ്മ്യൂണിക്കേഷന്റെ ചില ഘടകങ്ങളായിട്ട്, പ്രധാന ഘടകങ്ങളായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ കൂടെ തന്നെ ഏറ്റവും നമ്മുടെ കരിയർ ഗ്രോത്തിന് സഹായകമാകുന്ന ഒന്നാണ് ടൈം മാനേജ്മെന്റ് സ്കിൽ. ഇപ്പോ നമ്മളോടൊരു കാര്യം ചോദിച്ചു, എവിടെന്നാ സമയം? നമുക്കൊരു സമയമില്ല. എല്ലാത്തിനും എന്തോരം കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എവിടെന്നാ നമുക്ക് ഈ സമയം കിട്ടുന്നേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ടൈം മാനേജ്മെന്റ് സ്കില്ല് കുറവാണ്. നമുക്കൊരു പ്രോപ്പർ പ്ലാനിങ് ഇല്ല, നമുക്കൊരു മുൻഗണനാ പ്രകാരം കാര്യങ്ങൾ ചെയ്യാനുള്ള ഇതില്ല, കഴിവില്ല. അതുകൊണ്ടാണ് നമുക്ക് ഒട്ടും സമയമില്ലാതെ ഇരിക്കുന്നത്. ചിലവരെന്ന് വെച്ചാൽ ഒരു ദിവസം 24 മണിക്കൂറുള്ളൂ, പക്ഷേ നമ്മളൊരു 48 മണിക്കൂറിന്റെ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വരും. അപ്പൊ നമുക്കതിൽ കുറെ കാര്യങ്ങൾ ചെയ്യാതിരിക്കാനായിട്ട് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ടൈം മാനേജ്മെന്റ് കൃത്യമായി കഴിഞ്ഞു കഴിഞ്ഞാൽ, സമയത്തെ കൃത്യമായി വിനിയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള സമയത്ത് കൃത്യമായി വേറെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ സാധിക്കും. ഒരു കരിയർ ഗ്രോത്ത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും സർട്ടിഫിക്കേഷൻ കോഴ്സോ അല്ലെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് സമയം വിനിയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമ്മർദ്ദം ഒഴിവാകുന്നതായിട്ടും കാണാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ മുൻഗണനാ പ്രകാരം കൃത്യമായി ടൈം മാനേജ് ചെയ്യണം. നമ്മൾ ടൈം മാനേജ്മെന്റ് ഓർക്കുമ്പോൾ 3 P's മാത്രം ഓർത്താൽ മതി. ഒന്ന് പ്ലാനിങ്, പ്രയോറിറ്റൈസിങ് ആൻഡ് പെർഫോം. അപ്പൊ അതനുസരിച്ച് കൃത്യമായിട്ട് ടൈം ടേബിൾ ഉണ്ടാക്കുക. അപ്പൊ നമ്മളൊരു കരിയർ ഗ്രോത്ത് ആണെന്ന് വെച്ചാൽ നമുക്കൊരു വീക്ക്ലി ടൈം ടേബിൾ അല്ലെങ്കിൽ ഒരു മന്ത്ലി ടാർഗറ്റ് ടൈം ടേബിൾ ഉണ്ടാക്കുക, വീക്ക്ലി ടൈം ടേബിൾ ഉണ്ടാക്കുക, ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു ടു ഡു ലിസ്റ്റ് ഒരു ചെയ്യണം. അപ്പൊ നമുക്ക് നമ്മുടെ സ്ട്രെസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാം, നമ്മുടെ മെന്റൽ ഹെൽത്ത് നന്നായി കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ശരിയായി വിനിയോഗിക്കുന്നവർക്ക്, അതായത് സമയം ശരിയായി വിനിയോഗിക്കുന്നവർക്ക് മാത്രമാണ് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുകയുള്ളൂ. മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ നമുക്ക് നല്ലൊരു കരിയർ വളർച്ചയ്ക്ക് അത് സഹായകമാകും. അതേപോലെ തന്നെ ഇന്ന് കുട്ടികൾ എല്ലാവർക്കും ബേസിക് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ടൂൾസ് എല്ലാം അറിയാം. അതേപോലെ തന്നെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസും പൈത്തണും ജാവയും ഒക്കെ നന്നായിട്ട് അറിയാം. അപ്പൊ നമ്മൾക്ക് സ്കിൽസ് മാത്രം ഉണ്ടായാൽ പോരാ, നമുക്ക് ഇതേപോലത്തെ സോഫ്റ്റ്വെയർ ടൂൾസ് ഉപയോഗിക്കാനും കഴിയണം. നമ്മൾ അതുപോലെ തന്നെ വേണ്ട അടുത്തൊരു കാര്യമാണ് കണ്ടിന്യൂസ് ലേണിംഗ് അല്ലെങ്കിൽ നിരന്തര പഠനം. ഇപ്പോൾ ChatGPTയും AI ടൂൾസും, ഞാൻ ആദ്യം ടീച്ചേഴ്സിന്റെ പ്രൊഫഷൻ എടുത്ത് പറയണം. എനിക്ക് പരിചയമുള്ള ഒരു പ്രൊഫഷനായ കാരണം ടീച്ചേഴ്സിന്റെ പ്രൊഫഷൻ എടുത്ത് പറയുകയാണ്. എന്താന്ന് വെച്ചാൽ ഇന്ന് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത്, ഞാൻ പറയും ബാക്കിയുള്ള പ്രൊഫഷനൊക്കെ കഷ്ടപ്പെടൽ ഉണ്ടാവില്ല, എന്നാലും എനിക്ക് എന്റെ ഒരു പ്രൊഫഷനായിട്ട് ടീച്ചേഴ്സിന് ഒരുപാട് ബുദ്ധിമുട്ടാണ്. എന്താന്ന് വെച്ചാൽ ഈ ChatGPT ഒക്കെ വന്നപ്പോ കുട്ടികള് എല്ലാം അത് നോക്കി പഠിക്കുകയും കൃത്യമായിട്ട് 2 ദിവസം എക്സാമിന് 2 ദിവസം മുന്നേ എങ്ങനെ പരീക്ഷ ജയിക്കാന്ന് ChatGPTയോട് ചോദിക്കും, കൃത്യമായി ക്വസ്റ്റ്യൻസ് ഇടും, അതനുസരിച്ച് നോക്കും. അതുപോലെ തന്നെ ചില ബിരുദന്മാരുണ്ട് ക്ലാസ്സിൽ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സെക്ഷൻ ടീച്ചർ എടുക്കുന്ന ക്ലാസ്സിൽ എന്താണ് എങ്ങനെയാണ് ടീച്ചറിനെ ഉത്തരം മുട്ടിപ്പിക്കുന്നത്, ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ChatGPTയോട് പ്രോംപ്റ്റ് ആയിട്ട് ചോദിക്കും. നമ്മളും ചോദിക്കുന്ന പോലെ അവരും ചോദിക്കും.
അങ്ങനെ നമ്മളുടെ അടുത്ത് വന്ന് ചോദിക്കലും നമ്മളെ മുട്ടുകുത്തിക്കുകയും ചെയ്യുന്ന ബിരുദന്മാരുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മള് എങ്ങനെയാണ് നമ്മൾ ChatGPT-യോട് ചോദിക്കണം, ഏതാണ് നമ്മൾക്ക് ആ ലെവൽ, ഏത് ഡിഫിക്കൽട്ട് ലെവൽ ക്വസ്റ്റ്യൻസ് എന്താണ്. അപ്പൊ നിരന്തരമായ പഠനം വേണം. നിരന്തരമായ പഠനം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾക്കൊരു കരിയർ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അതായത് ഏത് പ്രൊഫഷൻ ആയാലും, അതായത് നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. ഇന്ന് സോഫ്റ്റ്വെയർ ടൂൾസിൻ്റെതായാലും പ്രോഗ്രാമിംഗ് ഒക്കെ അപ്ഡേറ്റഡ് ആയാൽ മാത്രമാണ് നമുക്ക് കൃത്യമായിട്ട് ഒരു കരിയർ ഗ്രോത്ത് ഉണ്ടാവാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് മികച്ച പ്രൊഫഷണൽസ് ഒക്കെ, വിജയിച്ച മികച്ച പ്രൊഫഷണൽസ് ഒക്കെ പറയുന്നത് എന്താണ്, എനിക്കിത് എല്ലാം അറിയുമെന്ന് പറയില്ല, എനിക്ക് ഇനിയും അറിയാനുണ്ട്, ഇനിയും എനിക്ക് പഠിക്കാനുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ നിരന്തരമായ പഠിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് മികച്ച ഒരു പ്രൊഫഷണലായി തീരാനായിട്ട് സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ പരാജയങ്ങളിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കുക. അതേപോലെ നമ്മുടെ കരിയറിൽ ഒരുപാട് സമ്മർദ്ദങ്ങൾ ഉണ്ടാവും, ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടാവും. അതൊക്കെ താൽക്കാലികമാണ്, നമ്മുടെ ഗ്രോത്തിന് എന്നാണെന്ന് മനസ്സിലാക്കി അതുപോലെ ചെയ്യാൻ സാധിക്കും. പണ്ടൊക്കെ ടീച്ചർ പ്രൊഫഷൻ എല്ലാവരും പറയും, ടീച്ചർ ആയാൽ മതി, നല്ല സുഖ, 2 മാസം വെക്കേഷൻ ഉണ്ട്, ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം, ആൻസർ ഷീറ്റ് നോക്കാം, എന്തെങ്കിലും പഠിച്ച് നമുക്കത് പറഞ്ഞു കൊടുത്താൽ മതി. പക്ഷെ ഇന്ന് ടീച്ചേഴ്സ് ഒരുപാട് കഷ്ടപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്താന്ന് വെച്ചാൽ ആദ്യം നമ്മൾ മെയ് മാസത്തിൽ തുടങ്ങുമ്പോൾ തന്നെ എന്താണ് തുടങ്ങുന്നത്, ആദ്യം മെയ് മാസത്തിൽ ഇപ്പൊ ഹൈസ്കൂൾ ടീച്ചറാക്കിയാന്ന് വെച്ച് കഴിഞ്ഞാൽ 10th ക്ലാസ് തുടങ്ങും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് കലണ്ടറിലുള്ള എല്ലാ ഡേയും സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. ജൂണിൽ 1-ാം തീയതി പ്രവേശനോത്സവം തുടങ്ങി കഴിഞ്ഞാൽ ജൂൺ 5-ാം തീയതി നമ്മളെ വേൾഡ് എൻവയോൺമെന്റ് ഡേ ആയിരിക്കും. പിന്നെ റീഡിംഗ് ഡേ, യോഗ ഡേ, ഇങ്ങനെ ജൂലൈയിൽ നമ്മൾ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ, എല്ലാത്തിനും കുട്ടികൾക്ക് ടീച്ചേഴ്സിന് ഡ്യൂട്ടീസ് ഒക്കെ ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ നമ്മൾ ഭയങ്കര സമ്മർദ്ദത്തിലായിരിക്കുന്ന സമയമാണ്. അപ്പൊ അതിന്റെ വിമർശനങ്ങൾ നമ്മൾക്ക് ഒരുപാട് കേൾക്കേണ്ടി വരും. നമ്മൾ ചെയ്തത് ശരിയായില്ല, നമ്മൾ ആ കുട്ടീനെ ഇങ്ങനെ മോൾഡ് ചെയ്തത് ശരിയായില്ല, ആ കുട്ടീനെ ചീത്ത പറഞ്ഞു. അതിന്റെ കൂടെ തന്നെ അക്കാദമിക്സും കൂടി പോകുമ്പോൾ ഒരുപാട് വിമർശനങ്ങൾ കേൾക്കേണ്ടി വരും. അത് ഈ പ്രൊഫഷൻ മാത്രം ഞാൻ പറയുന്നത് എനിക്കറിയാവുന്ന പ്രൊഫഷൻ ആയതുകൊണ്ടാണ് കേട്ടോ. ബാക്കി എല്ലാ പ്രൊഫഷനും ഇങ്ങനെ ഒരുപാട് സമ്മർദ്ദങ്ങളും വിമർശനങ്ങളും കേൾക്കേണ്ടി വരും. ഇപ്പോൾ ഈ സമ്മർദ്ദങ്ങൾ, ജീവിതത്തിലെ പ്രശ്നങ്ങളും സമ്മർദ്ദങ്ങളും ഒക്കെ വരുമ്പോൾ എങ്ങനെ അതിനെ നേരിടാമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ആശയം അവതരിപ്പിച്ചത് പോൾ ജി സ്ലോട്സ് ആണ്. പോൾ ജി സ്ലോട്സ് പറയുന്നത് അഡ്വേഴ്സിറ്റി കോഷ്യന്റ് എന്താണെന്ന് വെച്ചാൽ ജീവിതത്തിലും ജോലിയിലും നേരിടുന്ന പ്രതിസന്ധികൾ, പരാജയങ്ങൾ, സമ്മർദ്ദങ്ങൾ, വെല്ലുവിളികൾ എന്നിവയെ ഒരാൾ എത്ര ഫലപ്രദമായി നേരിടുന്ന എന്ന മാനദണ്ഡമാണ് അഡ്വേഴ്സിറ്റി കോഷ്യന്റ്. അപ്പൊ അദ്ദേഹം 1997 അദ്ദേഹം രചിച്ച അഡ്വേഴ്സിറ്റി കോഷ്യന്റ് ടേണിംഗ് ഒബ്സ്റ്റക്കിൾസ് ഇൻടു ഓപ്പർച്യൂണിറ്റീസ് എന്ന പുസ്തകത്തിലാണ് ഈ കാര്യം വിവരിച്ച് പറഞ്ഞിരിക്കുന്നത്. 1997 പോൾ ജി സ്ലോട്സ് രചിച്ച അഡ്വേഴ്സിറ്റി കോഷ്യന്റ് ടേണിംഗ് ഒബ്സ്റ്റക്കിൾസ് ഇൻടു ഓപ്പർച്യൂണിറ്റീസ് എന്ന പുസ്തകത്തിലൂടെയാണ് അഡ്വേഴ്സിറ്റി കോഷ്യന്റ് എന്ന ആശയം അവതരിപ്പിച്ചത്. ഈ അഡ്വേഴ്സിറ്റി കോഷ്യന്റ് മനസ്സിലാക്കാൻ കോർ എന്ന 4 ഘടകങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ചു. കോർ എന്ന് പറയുമ്പോൾ കൺട്രോൾ, നിയന്ത്രണം. അതായത് ഒരു പ്രശ്നം വരുമ്പോൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെ നമ്മൾക്ക് എന്ത് മാറ്റം വരുത്താൻ പറ്റും, നമ്മുടെ കഴിവിൽ നമ്മുടെ മാറ്റം വരുത്തി നമുക്ക് കഴിയുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് കൺട്രോൾ. നമുക്ക് ഉദാഹരണത്തിന് ഒരു കാര്യം പറയാം. ഒരു ജോലിക്കിടയിൽ പ്രൊജക്റ്റിന് തടസ്സം നേരിട്ടാൽ സാഹചര്യം മാത്രം കുറ്റപ്പെടുത്താതെ തന്റെ സമയനിയന്ത്രണവും കഴിവും ആശയവിനിമയവും മെച്ചപ്പെടുത്തി പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നത് കൺട്രോളിന്റെ ഒരു ഉദാഹരണം. അടുത്തതായി പറയുന്നത് ഓണർഷിപ്പ്, അതായത് ഉടമസ്ഥ ബോധം എന്ന് പറയുന്നത്. പ്രശ്നം പരിഹരിക്കാൻ ഞാൻ എത്രമാത്രം ഉത്തരവാദിത്വം ഏറ്റെടുക്കും. അതായത് പ്രശ്നങ്ങൾ നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങളുടെ ഉത്തരവാദിത്വം ഞാനാണ് സ്വയം മെച്ചപ്പെടുത്തേണ്ടത്, എൻ്റെ കഴിവുകളാണ് മെച്ചപ്പെടുത്തേണ്ടത്, എൻ്റെ ആശയവിനിമയമാണ്
മെച്ചപ്പെടുത്തേണ്ടതെന്ന്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ജീവനക്കാരന് പ്രൊമോഷൻ കിട്ടാതായപ്പോൾ എന്റെ കുറവുകൾ കൊണ്ടാണ് എനിക്ക് പ്രൊമോഷൻ കിട്ടാതെ പോയത്, ഞാൻ അത് സ്വയം മെച്ചപ്പെടുത്തി ഞാൻ കുറച്ചു നാളുകൾക്ക് ശേഷം പ്രൊമോഷൻ വാങ്ങിക്കും എന്നുള്ള ഒരു ഉത്തരവാദിത്ത ബോധം, അതാണ് ഓണർഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആർ എന്ന് പറഞ്ഞാൽ റീച്ച് അല്ലെങ്കിൽ വ്യാപനം. അതായത് ഒരു പ്രശ്നം വരുമ്പോൾ, ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം തടസ്സങ്ങൾ നേരിടുമ്പോൾ അത് മറ്റു മേഖലകളിലേക്ക് വ്യാപിക്കാതെ അതിനെ പരിമിതപ്പെടുത്തുന്നതാണ് റീച്ച് എന്ന് പറയുന്നത്. അതായത് ഒരു ജീവനക്കാരന് ഒരു പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്തപ്പോൾ എന്തെങ്കിലും ഫെയിലിയർ വന്നു, പ്രൊജക്റ്റ് മാത്രമാണ് ഫെയിലിയർ വന്നിട്ടുള്ളൂ, എന്റെ ജീവിതം മുഴുവൻ പോയിട്ടില്ല, എന്റെ കരിയർ മുഴുവൻ മാറിയിട്ടില്ല, അതുകൊണ്ട് ഇതൊരു പരാജയമല്ല എന്ന് ചിന്തിച്ച് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നതാണ് റീച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വരുന്നത് എൻഡുറൻസ് അല്ലെങ്കിൽ സ്ഥിരത അല്ലെങ്കിൽ സഹിഷ്ണുത എന്ന് പറയും. എൻഡുറൻസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പരാജയം സംഭവിച്ചാൽ ഇത് താൽക്കാലികമാണ്, ഇത് പെർമനന്റ് അല്ല, താൽക്കാലികമാണ്, ഇത് കഴിഞ്ഞു പോകും. അതായത് ഉദാഹരണത്തിന് പറയാന്ന് വെച്ചാൽ, ഒരു ഇന്റർവ്യൂ നമ്മൾ ഫെയിലായി ആ ഇന്റർവ്യൂല്, പക്ഷെ ഈ ഇന്റർവ്യൂല് മാത്രമാണ് ഞാൻ ഫെയിൽ ആയിട്ടുള്ളൂ, എനിക്ക് പ്രതീക്ഷയോടെ എന്റെ കഴിവുകൾ മെച്ചപ്പെടുത്തി അടുത്ത ഇന്റർവ്യൂല് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. അതാണ് ഈ എൻഡുറൻസ് എന്ന ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ മറികടന്ന ഒരുപാട് മഹത് വ്യക്തികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ മുൻകാല പ്രസിഡന്റായ ഡോക്ടർ APJ അബ്ദുൽ കലാം സർ. അബ്ദുൽ കലാം സർ അദ്ദേഹത്തിന്റെ ആത്മകഥയായ വിങ്സ് ഓഫ് ഫയർ, നിങ്ങൾ എല്ലാവരും വായിച്ചിട്ടുണ്ടോ? വിങ്സ് ഓഫ് ഫയർ കുറച്ചു പേര് വായിച്ചിട്ടുണ്ട്, നല്ലൊരു പുസ്തകമാണ്. ആ വിങ്സ് ഓഫ് ഫയറിൽ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്, താൻ ഒരു പൈലറ്റ് ആകുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. പക്ഷെ അവസാന ഘട്ടത്തില് അദ്ദേഹത്തിന് പൈലറ്റ് ആകാൻ സാധിച്ചില്ല. പക്ഷെ ആ തോൽവിയിൽ നിൽക്കാതെ അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെച്ച് പിന്നീട് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടാൻ സാധിച്ചു. അപ്പൊ അതുപോലെ തന്നെയുള്ള മഹത് വ്യക്തികളാണ് നമുക്കറിയാം JK റൗളിംഗ്, ഹാരി പോട്ടർ എഴുതിയ. അദ്ദേഹം ഒരുപാട് കൃതികള് പ്രസിദ്ധീകരിക്കാനായിട്ട് കൊടുത്തു, പക്ഷെ ഒന്നും പ്രസിദ്ധീകരിച്ചില്ല. അവസാനം ഏറ്റവും കൂടുതൽ ലോകത്ത് ഏറ്റവും ജനപ്രിയമായ ബുക്കായ ഹാരി പോട്ടർ എഴുതിയത് JK റൗളിംഗ് ആണ്. അതുപോലെയുള്ള മഹത് വ്യക്തികളാണ് നിക് പിച്ചോയ്, അരുണിമ സിൻഹ, തോമസ് എഡിസൺ. അതൊക്കെ അവരുടെയൊക്കെ പരാജയങ്ങളിൽ നിന്നാണ് അവര് വിജയത്തിലേക്ക് എത്തിയതായിട്ട് കാണാൻ സാധിക്കുക. ഈ അഡ്വേഴ്സിറ്റി കോഷ്യന്റ് കൂടാതെ നമുക്ക് ഏറ്റവും വേണ്ട ഒരു കാര്യമാണ് നമ്മുടെ കരിയർ വിജയത്തിന് IQ മാത്രമല്ല, AQ മാത്രമല്ല, നമ്മുടെ വികാരങ്ങളെയും മറ്റുള്ള വികാരങ്ങളെയും മനസ്സിലാക്കി ശരിയായി കൈകാര്യം ചെയ്യാനുള്ള കഴിവ്, അതായത് ഇമോഷണൽ ഇന്റലിജൻസ്. ഇമോഷണൽ ഇന്റലിജൻസ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് 1990 മനഃശാസ്ത്രജ്ഞന്മാരായ പീറ്റർ സാലോവെയും ജോൺ ഡി മേയറുമാണ് അവതരിപ്പിച്ചത്. പക്ഷേ ഈ ആശയം ലോകമെമ്പാടും ജനപ്രിയമാക്കിയത് ഡാനിയൽ ഗോൾഡ്മാൻ 1995 അദ്ദേഹം എഴുതിയ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന പുസ്തകം വഴിയാണ്. ഇമോഷണൽ ഇന്റലിജൻസിൽ പ്രധാനമായും 5 ഘടകങ്ങളാണ് പറയുന്നത്. സെൽഫ് അവെയർനെസ്, അതായത് സ്വയം തിരിച്ചറിയുക, അതായത് നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും. നമുക്ക് എന്ത് കേൾക്കുമ്പോൾ, അതായത് ഒരു ജോലിക്കാരിൽ നിന്ന് ഒരു വിമർശനം കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ടോ, ആ ദേഷ്യം വരുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു മനോഭാവം, അവെയർനെസ്. നമുക്ക് ഏതാണ് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു ധാരണയുണ്ടല്ലോ, അതാണ് സെൽഫ് അവെയർനെസ്. ഇനി സെൽഫ് റെഗുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഒരു ജീവനക്കാരിൽ നിന്ന് ഒരു വിമർശനം കേൾക്കുമ്പോൾ നമ്മൾ എങ്ങനെ ശാന്തതയോടെ അത് കേൾക്കും, അത് ശാന്തമായി കേട്ട് അത് എന്തൊക്കെ കാര്യങ്ങളാണ് പരിഹരിക്കേണ്ടതെന്ന് ശ്രദ്ധിച്ച് നിയന്ത്രിച്ച് നമ്മൾ പറയുന്നതാണ്. അതായത് നമ്മുടെ വികാരങ്ങളെ അടക്കി വെച്ച് നമ്മൾ ശ്രദ്ധയോടെ കേട്ട്, നമ്മൾ ക്ഷമയോടെ കേട്ട് നമ്മൾ പ്രതികരിക്കുന്നത് നമ്മൾ സർക്കുലേഷൻ എന്ന് പറയുന്നത്.
അതുപോലെ തന്നെ പറയുന്നതാണ് മോട്ടിവേഷൻ. മോട്ടിവേഷൻ അല്ലെങ്കിൽ പ്രചോദനം. അത് ലക്ഷ്യത്തിലേക്ക് മുന്നേറാനായിട്ട് നമ്മൾ കൃത്യമായിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യണം. നല്ല മുൻകൈ എടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യുക. അതേപോലെ തന്നെ ഇനീഷ്യേറ്റീവ് എടുക്കുക. പിന്നെ വരുന്നതാണ് എമ്പതി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കുക. മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കി ബഹുമാനത്തോട് പെരുമാറുക. ബഹുമാനത്തോടെയും കരുതലോടെയും പെരുമാറുക. പിന്നെ വരുന്നതാണ് സോഷ്യൽ സ്കിൽസ്. സോഷ്യൽ സ്കിൽസിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ടീം വർക്ക്, അതേപോലെ തന്നെ മറ്റുള്ളവരെ എല്ലാവരെയും കൂട്ടി നിർത്തി ഒരു സ്കിൽസ്, അങ്ങനത്തെ സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന 5 ഘടകങ്ങൾ: ഒന്ന് സെൽഫ് അവെയർനെസ്, സെൽഫ് റെഗുലേഷൻ, മോട്ടിവേഷൻ, എംപതി ആൻഡ് സോഷ്യൽ സ്കിൽസ്. സെൽഫ് അവെയർനെസ് ഉണ്ടായാൽ മാത്രമാണ് നമുക്ക് എന്തുണ്ടാവുള്ളൂ? സെൽഫ് മാനേജ്മെന്റും അതേപോലെ സാമൂഹിക അവബോധം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ഒക്കെ ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഏറ്റവും വേണ്ട ഒരു ഘടകമാണ് സത്യസന്ധതയും പ്രൊഫഷണൽ മൂല്യങ്ങളും. ഒരു വ്യക്തിയുടെ യഥാർത്ഥ വിജയം അയാളുടെ സ്വഭാവത്തിലാണ്. കഴിവ് നിങ്ങളെ ഒരു സ്ഥാനത്ത് എത്തിക്കും, പക്ഷെ സത്യസന്ധതയും വിശ്വാസ്യതയും നിങ്ങൾ അവിടെ നിലനിർത്തും. ഉദാഹരണം പറയാന്ന് വെച്ചാൽ, ഒരു ബാങ്കിലെ ഒരു ജീവനക്കാരൻ ഒരു കണക്കിലെ അദ്ദേഹത്തിന് പറ്റിയ ഒരു പിഴവാണ്. പക്ഷെ അദ്ദേഹം അത് സമ്മതിച്ച് മാനേജരോട് ചെന്ന് പറഞ്ഞു. അപ്പോൾ വലിയൊരു സാമ്പത്തിക പ്രശ്നമായിരുന്നു. പക്ഷെ അതൊരു സാമ്പത്തിക പ്രശ്നം മാറ്റി ഒരു സാമ്പത്തിക നേട്ടമാക്കി എടുക്കാനായിട്ട് സാധിച്ചു. പിന്നീട് എന്താണ് മാനേജർ ചെയ്തത്? ഒരു പ്രൊമോഷന്റെ അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പ്രൊമോഷന് സാധ്യമാക്കി. അപ്പോൾ നമ്മുടെ സത്യസന്ധത, പ്രൊഫഷണലില് നമ്മൾ സത്യസന്ധത ആയിരിക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരു പ്രൊഫഷണൽ ഗ്രോത്തിന് ഏറ്റവും കൂടുതൽ വേണ്ടതാണ് നെറ്റ്വർക്കിംഗ്. അതായത് കരിയർ വളർച്ചയ്ക്ക് നമ്മളെ ചുറ്റുപാടുമുള്ള ആളുകളുമായിട്ട്, നമ്മുടെ പ്രൊഫഷണൽ റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളുമായിട്ട് നല്ല ബന്ധം സൃഷ്ടിക്കണം. നല്ല ബന്ധം വളർത്തിയെടുത്താൽ മാത്രമാണ് നമുക്ക് കൃത്യമായിട്ട് നല്ല പോസ്റ്റിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. നല്ല നെറ്റ്വർക്കിംഗ് ചില മാർഗങ്ങൾ, നമ്മൾ ഓഫ്ലൈൻ ചില മാർഗങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെമിനാറുകളും വർക്ക്ഷോപ്പുകളും പങ്കെടുക്കുക. അതേപോലെ തന്നെ അധ്യാപകരെയും മെന്റർമാരെയും മുൻ സഹപ്രവർത്തകരെയും ബന്ധം നിലനിർത്തുക. സഹായം മാത്രം ചോദിക്കാതെ മറ്റുള്ളവർക്ക് സഹായം കൊടുക്കുക. മറ്റുള്ളവർക്ക് സഹായം കൊടുക്കുമ്പോൾ അറിയാം ഈ കുട്ടിക്ക് ഇന്ന കഴിവുണ്ട്, അപ്പൊ നമുക്ക് ഒരു ചാൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് നെറ്റ്വർക്കിംഗ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ വിനയത്തോടെയും സത്യസന്ധതയോടെയും മാത്രം ആശയവിനിമയം, ആളുകളുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. പ്രധാനപ്പെട്ട ഓൺലൈൻ നെറ്റ്വർക്ക് പ്ലാറ്റ്ഫോംസ് ഞാനൊന്ന് പറയാം. ഒന്ന് ലിങ്ക്ഡ്ഇൻ. ജോലികൾക്കായിട്ട് നമ്മളൊക്കെ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡ്ഇൻ. അത് സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആവുമ്പോൾ ഗിറ്റ് ഹബ് എന്ന് പറയും. ടീച്ചർ പ്രൊഫസേഴ്സിനൊക്കെ റിസർച്ച് ഗേറ്റ്, അതേപോലെ ഡിസൈനർ, ഫോട്ടോഗ്രാഫർ, ആർട്ടിസ്റ്റ്, ബിഹാൻസ്. ദെൻ ഇന്ത്യയിൽ ഐ ടി പ്രൊഫഷണൽക്കാർക്കാന്ന് വെച്ചാൽ നാസ്കോം എന്ന് പറയും. അതേപോലെ തന്നെ ഓഫ്ലൈൻ നമ്മൾ നെറ്റ്വർക്കിംഗ് നമ്മളെ എവിടെ നിന്നാണ് കിട്ടുക? കോളേജ്, ജോബ് ഫെയർ അല്ലെങ്കിൽ വോളണ്ടറി അസോസിയേഷൻ, അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നാണ് ഓഫ്ലൈൻ നെറ്റ്വർക്കുകൾ നമുക്ക് കിട്ടുക. എപ്പോഴും നമുക്ക് അവസരങ്ങൾ നമുക്ക് വരണമെന്നില്ല. നമ്മൾ അവസരങ്ങൾ കണ്ടെത്തി നമ്മളുടെ കരിയർ ഗ്രോത്ത് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പൊ ചുരുക്കത്തില് വ്യക്തമായ ഒരു ലക്ഷ്യവും വ്യക്തമായി സ്കിൽസ്, കഴിവുകൾ വളർത്തിയെടുക്കുന്നതും അതേപോലെ തന്നെ നല്ല ടൈം മാനേജ്മെന്റ് ഉള്ളതും നിരന്തരമായ പഠനം നടത്തുന്നവരും നല്ലൊരു അഡ്വേഴ്സിറ്റി കോഷ്യന്റ് അല്ലെങ്കിൽ ഇമോഷണൽ ഇന്റലിജൻസും നല്ലൊരു നെറ്റ്വർക്കിംഗ് ഉള്ളവർക്ക് നല്ല രീതിയിൽ നമുക്ക് കരിയർ ഗ്രോത്ത് ചെയ്യാനായിട്ട്
സാധിക്കും. ഇപ്പൊ കരിയർ ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോർമുല നമുക്ക് പറയാം, ഗോൾ പ്ലസ് സ്കില്ലിംഗ് പ്ലസ് ഓപ്പർച്യൂണിറ്റീസ് ദാറ്റ് ഈസ് ഈക്വൽ ടു കരിയർ ഗ്രോത്ത്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ സെഷൻ വളരെ ഫലപ്രദമായി എന്ന് ഞാൻ കരുതുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് ഫീഡ്ബാക്കുകൾ ഉണ്ടെങ്കിൽ അറിയിക്കാം. അപ്പൊ എല്ലാവർക്കും എൻ്റെ സെഷൻ കേട്ടതിന് ഒരുപാട് താങ്ക്സ്. ഒരു മിനിറ്റ് മാം, സ്കൂളിൽ യൂസ് ചെയ്യുന്ന വെബ്സൈറ്റിനെ കുറിച്ച് പറഞ്ഞില്ലേ, ആ സമയത്ത് നെറ്റ് ഒന്ന് പോയി, ഒന്നും കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാവോ? ഏതാണ്? സ്കൂളിൽ ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക്സ്, ആ സമയത്ത് നെറ്റ് ഒന്ന് പോയായിരുന്നു, ആ ഭാഗം ഒന്ന് റിപ്പീറ്റ് ചെയ്യാവോ? പ്രൊമിനന്റ് നെറ്റ്വർക്ക് പ്ലാറ്റ്ഫോംസ് ആണോ? അതെ അതെ. എല്ലാവരും ലിങ്ക്ഡിൻ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യാൻ പറയും. അപ്പൊ ലിങ്ക്ഡിൻ, പിന്നെ സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആണെന്ന് വെച്ചാൽ ഗിറ്റ് ഹബ്, ടീച്ചർ പ്രൊഫഷണലൊക്കെ ആണെന്ന് വെച്ചാൽ റിസർച്ച് ഗേറ്റ്, ഡിസൈനർ ഫോട്ടോഗ്രാഫർ ആർട്ടിസ്റ്റ് ഒക്കെ ബിഹാൻസ്, എഞ്ചിനീയർ ടെക്നീഷ്യൻ IEEE, ഇന്ത്യ IT പ്രൊഫഷണൽക്ക് നാസ്കോ. എന്തെങ്കിലും വേറെ റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടോ? ഓക്കെ മാം, താങ്ക് യു. ഫീഡ്ബാക്ക് അറിയിക്കാട്ടോ. താങ്ക് യു മാം. ഇതിലുള്ള നമുക്ക് കരിയർ ജേണിയെ കുറിച്ച് വളരെ വ്യക്തമായ ഒരു സെഷനാണ് ജുവൽ മാം കാഴ്ചവെച്ചത്. നമുക്ക് ഫീഡ്ബാക്ക് പറയാനുള്ള സമയമാണ്. എത്രയും പെട്ടെന്ന് നമ്മുടെ ഫീഡ്ബാക്കുകൾ അറിയിക്കാവുന്നതാണ്. ഫീഡ്ബാക്കോ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ വിഷയത്തെക്കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിലോ നമുക്ക് ചോദിക്കാവുന്നതാണ്. എന്തായാലും മാം ആൻസർ ചെയ്യുന്നതാണ് നമുക്ക്. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിക്കാട്ടോ. ജുവൽ മാം, നല്ല പ്രസൻറ്റേഷൻ ആയിരുന്നു. എന്തായാലും നമ്മുടെ ഇന്നത്തെ ആധുനിക സൊസൈറ്റിക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായൊരു കാര്യമാണ് കരിയർ ജേർണി, കരിയർ ഗ്രോത്തിനെ കുറിച്ചിട്ട് മാം അവതരിപ്പിച്ചത്. വളരെ നല്ലൊരു അവതരണമായിരുന്നു മാമിൻ്റെ. പിന്നെ മാം പറഞ്ഞതിലൊരു കാര്യം, മിക്ക ടീച്ചേഴ്സും പറയുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ കുട്ടികൾക്ക് ഈ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് വളരെ കുറവാണ്. മാക്സിമം ഒരു 10-15 മിനിറ്റ് മാത്രമേ കുട്ടികൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കാറുള്ളൂ. പിന്നെ അതിനുശേഷം കുട്ടികൾ ഈ പറഞ്ഞ മാതിരി യൂട്യൂബൊക്കെ നോക്കിയിട്ട് പഠിക്കാന്നുള്ള ഒരു ഇതിൽ ശ്രദ്ധ വളരെ കുറവാണ്. അപ്പോൾ അത് എല്ലാ ടീച്ചേഴ്സും ഫേസ് ചെയ്യുന്ന ഒരു മെയിനായിട്ടുള്ളൊരു പ്രോബ്ലം ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ടീച്ചർ എന്നുള്ള രീതിയിൽ, പിന്നെ മാം ഒരു ടീച്ചറാണല്ലോ, അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ പ്രിക്കോഷൻസ് മാം എടുക്കാറ് അറ്റൻഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്? എന്തെങ്കിലും ടെൻഷൻ കൊണ്ടുവരാനായിട്ട് നമ്മൾ ഡിജിറ്റൽ സ്പാൻ കുറയ്ക്കണം. അതായത് സ്ക്രീൻ ടൈം കുറയ്ക്കണം. സ്ക്രീൻ ടൈം കുറച്ചാൽ മാത്രമാണ് അത് ശരിയാവുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് അത് പഴയ രീതിയിലേക്ക് നമ്മൾ കുറച്ചൊന്ന് മടങ്ങിപ്പോയാലാണ് സാധിക്കുകയുള്ളൂ. വായനകളോ പുസ്തകങ്ങളോ വായിക്കുകയോ അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ്, സ്പോർട്സിന് കുട്ടികളെ ചേർക്കാം. അങ്ങനെ അവർ ചെയ്യേണ്ട ആക്ടിവിറ്റീസ് ഇല്ലേ, കൃത്യമായിട്ടുള്ള ആക്ടിവിറ്റീസിൽ ചേർക്കാം. ഫിസിക്കൽ ആക്ടിവിറ്റീസ്, സ്പോർട്സ് ഒക്കെ നല്ലതാണ്. സ്പോർട്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികൾ
അതില് നന്നായിട്ട് ഒരു ടീം വർക്ക് അങ്ങനത്തെ സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനും കുട്ടികളുടെ അറ്റൻഷൻ സ്പാൻ കുറയ്ക്കാനും ഇപ്പൊ കുട്ടികൾ മിക്കവരും ഒരു ഗുഹാമനുഷ്യരായിട്ടാണ് കാണുന്നത് അല്ലെ. എന്റെ പിള്ളേരെ അടക്കം ഞാൻ എപ്പോഴും പഠിക്കും ഗുഹയിൽ നിന്നൊന്ന് പുറത്തേക്ക് വരുമോ എന്ന് ചോദിക്കാറ്. ഫുൾ തീർച്ചയായിട്ടും. ടൈം ഈ സ്ക്രീനിന്റെ മുന്നിലാണ് ഇരിക്കുന്നത്. അപ്പൊ അത് നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് സ്പോർട്സിനൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ഓക്കെ, താങ്ക് യു. താങ്ക് യു റിസർച്ച്. ഇനി ആർക്കെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ? ഗുഡ് ഈവനിങ്. ഗുഡ് ഞാൻ ഐഷ സൈബിൾ, സൈക്കോളജിസ്റ്റ് ആണ്. മാമിന്റെ ക്ലാസ് വളരെ ലേറ്റ് ആയിട്ടാണ്, എനിക്കൊരു സെഷൻ ഞാൻ ഉണ്ടായിരുന്നു, അതിന് ശേഷമാണ് കേൾക്കാൻ പറ്റിയില്ല. അവസാന ഭാഗത്താണ് അറ്റൻഡ് ചെയ്തത്. എന്നാലും സ്വാഭാവികമായിട്ടും ഒരു ചെറിയൊരു ചോദ്യം ടീച്ചറെടുത്ത്, ചോദ്യമല്ല ഒരു അഭിപ്രായം ചോദിക്കുകയാണ്. ഒരു കരിയർ എന്ന രീതിയിൽ നമ്മൾ കുട്ടികളുടെ സ്കില്ലിനാണോ കൂടുതലായിട്ട് നമ്മൾ കുട്ടികൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ അക്കാദമിക് ലെവലിലുള്ള അവരുടെ മാർക്ക് അനുസരിച്ചിട്ടാണോ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു മാർക്കിന്റെ ബേസിലാണ് അവരുടെ കരിയറുമായി നമ്മൾ കുട്ടികളുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്? അതായത് എന്നോട് തന്നെ പലപ്പോഴും ഞാൻ എന്നോട് തന്നെ ചോദിക്കാൻ പറഞ്ഞോളൂ. എന്നോട് തന്നെ പലപ്പോഴും ഞാൻ ചോദിക്കാറുണ്ട്. കാരണം നമ്മുടെ അടുത്ത് ഇത് ഡിപ്രഷനായിട്ട് വരുന്ന പല ആളുകളും പറയും, എനിക്ക് സർട്ടിഫൈഡ് ആണ്, ഞാൻ നല്ല സർട്ടിഫൈഡ് ആണ്, പക്ഷെ ഇപ്പൊ എനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. പക്ഷെ അവർക്ക് നല്ല കഴിവുകൾ ഉണ്ടാവും. ഞാൻ അവരെ അനലൈസ് ചെയ്യുമ്പോൾ, അവരെ സ്കെച്ച് ചെയ്യുമ്പോൾ അവർക്ക് ഒരുപാട് കഴിവുകളുണ്ട്. അപ്പം നമ്മൾക്ക് അവർക്ക് ഇനിയിപ്പോ മുന്നോട്ട് പോകുന്നത് ഒരു അങ്ങനെയുള്ള ഒരു യാത്രയിലല്ലെങ്കിലും സ്വന്തമായിട്ടുള്ള കാര്യങ്ങളിലാണോ അവരുടെ സ്കില്ലിന് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതുണ്ടോ, അല്ലെങ്കിൽ അവരുടെ സർട്ടിഫിക്കേഷൻ, അവരുടെ മാർക്കിനാണോ കൂടുതൽ നമ്മൾ പ്രാധാന്യം നൽകേണ്ടത്? ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് എങ്ങനെ അതിനെ വിലയിരുത്താൻ പറ്റും? മാം ഒന്ന് പറഞ്ഞു തരുമോ? ഇന്നത്തെ കാലത്ത് പണ്ട് നമുക്ക് അക്കാഡമിക്സിൽ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ നമ്മൾക്ക് ജോലി കിട്ടും എന്നുള്ളത് ഉറപ്പായിരുന്നു. നമുക്കൊരു ഡിഗ്രി കഴിഞ്ഞ് നല്ല സ്കോറുള്ള കുട്ടികൾക്ക് നല്ല ജോലി കിട്ടും. ഇന്നത്തെ കാലത്ത് കൂടുതൽ സ്കിൽസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ചിലപ്പോൾ അക്കാഡമിക്സിൽ അവർ നല്ല ബ്രില്യൻ്റ് ആയിരിക്കും, പക്ഷെ അവരൊരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ക്ലിയർ ആവും. പക്ഷെ GD വരുമ്പോൾ, ഗ്രൂപ്പ് ഡിസ്കഷൻ, ഞാൻ ക്യാമ്പസ് പ്ലേസ്മെന്റിന്റെ കാര്യം പറയണേ, GD വരുമ്പോൾ നല്ല മാർക്കുള്ള കുട്ടികളൊക്കെ പിന്നിലേക്ക് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുക. അവര് കമ്മ്യൂണിക്കേറ്റ്, അവരുടെ ഒരു കോൺഫിഡൻസ് കുറവ്, അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായിട്ട് ആശയവിനിമയം നടത്താൻ പറ്റില്ല. അതേപോലെ തന്നെ ഇന്ന് എല്ലാ GDസും മലയാളത്തിലല്ലല്ലോ, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് മലയാളം ടീച്ചർക്ക് അടക്കം ഇംഗ്ലീഷിലാണ് ഇന്റർവ്യൂ എന്ന് കേട്ടേക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് സ്കിൽസിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് അതുകൊണ്ട് 6ാം ക്ലാസ് മുതൽ കുട്ടികളെ നമ്മൾ സ്പോർട്സിലോ എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ ചേർത്ത് കൃത്യമായി അവരുടെ കഴിവുകൾ, നമ്മൾ സ്പോർട്സിൽ ചേർക്കുമ്പോൾ നമുക്ക് ഒരുപാട് സ്കിൽസ് കിട്ടും. ഒരു ഫുട്ബോൾ കളിക്കുന്ന കുട്ടിക്ക് നല്ലൊരു ടീം വർക്ക് ഉണ്ടാവും, നല്ലൊരു ലീഡർഷിപ്പ് ഉണ്ടാവും, കോൺഫിഡൻസ് ഉണ്ടാവും. അപ്പൊ കോളേജുകളിലൊക്കെ ഇപ്പൊ പറയുന്നത് എന്താന്ന് വെച്ചാല് കുറെ ക്ലബ്സ് ഉണ്ടാവും അവർക്ക് വോളണ്ടിയർ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട്. അപ്പൊ അതിലൊക്കെ പങ്കെടുത്ത് അവരുടെ സ്കിൽസ് വർദ്ധിപ്പിക്കാനാണ് നോക്കുന്നത്. അപ്പൊ സോഫ്റ്റ് സ്കിൽസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇന്നത്തെ കാലത്ത് കൂടുതലായിട്ട് കുട്ടികൾക്ക് പ്ലേസ്മെന്റ് പോകുന്നത്. ടെക്നിക്കൽ സ്കിൽസും അക്കാദമിക് സ്കിൽസും വേണം, പക്ഷെ നമ്മളൊരു 70%, 75% മാർക്കാണ് നമ്മളൊരു ക്രൈറ്റീരിയ വയ്ക്കുക. പക്ഷെ അതിനോടൊപ്പം തന്നെ നമുക്ക് സ്കിൽസ്, സോഫ്റ്റ് സ്കിൽസ് ആണ് ഏറ്റവും പ്രാധാന്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് പ്ലേസ്മെന്റ് ആയി പോകുന്ന കുട്ടികൾ നല്ല സ്മാർട്ട് ആയിട്ടുള്ള കുട്ടികളാണ് പ്ലേസ്മെന്റ് ആയി പോകുന്നത് കാണാൻ സാധിക്കും. നമ്മുടെ ഇന്ത്യൻ സിലബസിന് 42ാം സ്ഥാനമാണ് വിദ്യാഭ്യാസ ദണ്ഡങ്ങളിൽ ശരിക്കും മാനദണ്ഡം അനുസരിച്ച് 42ാം സ്ഥാനമാണ് ഇന്ത്യൻ സിലബസിനുള്ളത്. മറ്റ് സിലബസുകളൊക്കെ ആണെങ്കിൽ, സിലബസുകളൊക്കെ ആണെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് കുട്ടികൾക്ക് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ അതിനെ ഇമിറ്റേറ്റ് ചെയ്തിട്ടും കുറെ സ്കെച്ച് ചെയ്തിട്ടും നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളെ എല്ലാ മേഖലകളിലും ഈവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോലും കൊടുക്കുന്നുണ്ടെങ്കിലും അത് ശരിക്കും ഒരു സബ്ജക്ട് വൈസ് ആയിട്ട് അങ്ങനെ കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പ്രാക്ടിക്കലി കുട്ടി അതിലേക്ക് ഇൻവോൾവ് ആയി അത് ജയിച്ചു വരുന്ന സമയത്ത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ കുട്ടിക്ക് ഉണ്ടായിരുന്ന കഴിവുകളെ, ഇപ്പൊ മാം പറഞ്ഞതുപോലെ സ്കില്ലിന്റെ ഇമ്പോർട്ടൻസ് പ്രാക്ടിക്കൽ സമയത്ത് കൺസിഡർ ചെയ്യപ്പെടുന്നില്ല പല മേഖലകളിലും. സർട്ടിഫിക്കറ്റ് മാത്രം. അതുകൊണ്ടാണ് ഇപ്പൊ സർട്ടിഫിക്കേഷൻ കോഴ്സ് കുട്ടികളോട് പറയുമ്പോൾ സർട്ടിഫിക്കേഷൻ കോഴ്സ് ചെയ്യണമെന്ന് പറയുമ്പോൾ അവര് ഓടിപ്പോയിട്ട് 1 hour 2 hourന്റെ ഒക്കെ സർട്ടിഫിക്കേഷൻ, എന്നിട്ട് റെസ്യൂമെ നിറച്ച് സർട്ടിഫിക്കേഷൻസ് ആണ്. അപ്പൊ നോക്കുമ്പോ അവർക്ക് അതിനുള്ള ജ്ഞാനില്ല. അതിനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആൻസർ അറിയില്ല. എങ്ങനെ നിങ്ങൾ അത് ചെയ്യും, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അവർക്ക് ആൻസർ അറിയില്ല.
അതെ, അപ്പൊ ഇമ്പോർട്ടന്റ്, വളരെ വ്യക്തമായിട്ടാണ് മാം അത് പറഞ്ഞത്. കാരണം നമ്മൾ ഇതേപോലെ ഗൈഡൻസ് സെന്റർ നമ്മളിൽ പലരും ഇനി അതുപോലുള്ള കാര്യങ്ങൾക്ക് കുട്ടികളെ ഗൈഡ്, ഇപ്പൊ നിങ്ങൾ പറഞ്ഞതുപോലെ ഹാഫ് ആൻ അവർ അറ്റൻഡ് ചെയ്താൽ പോലും സർട്ടിഫിക്കേഷൻ കിട്ടുന്ന കോഴ്സുകളുണ്ട്. അപ്പം ഇങ്ങനെയുള്ളത് ചെയ്യുന്ന സമയത്ത് കുട്ടികളുടെ സ്കില്ലിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എൻഡ് വരെ അവര് ഏത് കോഴ്സാണോ ചെയ്യുന്നത് അത്ത എൻഡ് വരെ അത് കഴിഞ്ഞിട്ടും അവർക്ക് അതിനുള്ള പ്രയോറിറ്റി ഉണ്ട് എന്ന് നമ്മൾ ഷുവറിറ്റി കൊടുക്കൽ നിർബന്ധമാണ്. പ്രത്യേകിച്ചും നമ്മളെ പോലെ ഗൈഡൻസ് കൊടുക്കുന്ന എല്ലാവരും. മാമിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു അഭിപ്രായം കേട്ടതിൽ എനിക്ക് വളരെ സന്തോഷം. സ്കില്ലിനാണെന്ന് കേട്ട ഞാൻ തികച്ചും ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ ബിഗ് താങ്ക്സ്, എനിക്ക് സ്കില്ലിനാണ് ഒരുപാട് ഇന്നത്തെ സന്തോഷം. കാലത്ത് കൊടുക്കുന്നത്. അതെ അതെ ഇന്ന് ഞങ്ങള് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് എക്സൽ ഒക്കെ പഠിക്കാനായിട്ട് കുട്ടികളോട് പറയുമ്പോൾ ഞാൻ പറയും, ഫസ്റ്റ് ഇയർ ആയ കുട്ടികളാന്ന് വെച്ചാൽ നിങ്ങൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി ബില്ലടിക്കായിരിക്കും. എക്സൽ ഒരു 2 മാസം ഇരുന്നാൽ മതി, എക്സൽ നന്നായിട്ട് പഠിക്കും. അപ്പൊ അവർക്ക് ആ ഒരു ഇന്റേൺഷിപ്സ് കൂടുതൽ ഇമ്പോർട്ടൻസ് ആണ്. ഇന്റേൺഷിപ്സിന് കൂടുതൽ അവർക്ക് പ്രായോഗിക ജ്ഞാനം കിട്ടും. കസ്റ്റമേഴ്സ് ആയിട്ട് എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുട്ടികളെ പഠിക്കും. അപ്പൊ ഇന്റേൺഷിപ്സും സ്കിൽസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. യെസ്, എക്സാക്ട്. താങ്ക് യു താങ്ക് സോ യു മച്ച്. ഐഷ മാം. ഓക്കെ, നമുക്ക് ഇനി നമ്മുടെ ടീ ടോക്കിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ക്വിസിന്റെ സമയമാണ്. അപ്പൊ നമുക്ക് ക്വിസ് കോമ്പറ്റീഷനിലോട്ട് പോയാൽ എല്ലാവരും റെഡിയാണോ? ഓക്കെ, എല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കുന്നു. നമുക്കറിയാം നമ്മുടെ മാനദണ്ഡങ്ങള്. ആദ്യം പറയാനുള്ളവര് ഫസ്റ്റ് ചാറ്റ് ബോക്സിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ആൻസർ അല്ല, ആരാണോ അവരിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിയുമ്പോൾ ആദ്യം ആരാണ് ചാറ്റ് ബോക്സിൽ തമ്പിടുന്നത് അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ നിന്നായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവരെയായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ആർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇസ് ദ ലാംഗ്വേജ് ഓഫ് ലീഡർഷിപ്പ് എന്ന എന്ന ആശയം ആരാണ് പറഞ്ഞിട്ടുള്ളത്? ദ ആർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇസ് ദ ലാംഗ്വേജ് ഓഫ് ലീഡർഷിപ്പ് എന്ന് ആരാണ് പറഞ്ഞിട്ടുള്ളത്? ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഇവിടെ ചാറ്റ് ബോക്സിൽ വന്നേക്കുന്നത് അനീഷ മാം ആണ്. അനീഷ മാം ആൻസർ പറയാവുന്നതാണ്. ജെയിംസ് ലോമസ് എന്നാണ് കേട്ടത്. ജെയിംസ് ഹ്യൂമസ്. ജെയിംസ് എന്താ മാം പറഞ്ഞത്? ജെയിംസ് ലോമസ്. ലോമസ് അല്ല, ഹ്യൂമസ്. HUMES. ഓക്കെ 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 ഓക്കെ, കൺഗ്രാറ്റ്സ് മാം. ഓക്കെ, താങ്ക് യു മാം. നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാം. AQ എന്ന ആശയം കൊണ്ടുവന്നത് ആരാണ്? അഡ്വേഴ്സിറ്റി കോഷ്യൻ എന്ന ആശയം കൊണ്ടുവന്നത് ആരാണ്? ഓക്കെ, ഇതിന് നമുക്ക് ആൻസർ ആയിട്ട് വന്നിരുന്നത് അനീഷ മാം തന്നെയാണ്. മാമിന് ആൻസർ പറയാവുന്നതാണ്. പോൾ ജി സ്ലോട്ട്. പോൾ ജി സ്ലോട്ട്സ് കറക്റ്റ് ആൻസർ ആണ്. കൺഗ്രാറ്റ്സ് മാം. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ, താങ്ക് യു. ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ആത്മകഥയുടെ പേര്? അനീഷ മാം തന്നെയാണ് ആദ്യം ചാറ്റ് ബോക്സിൽ നമുക്ക് മറുപടി ചാറ്റ് ചെയ്തേക്കുന്നത്. മാമിനെ തന്നെ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. വിങ്സ് ഓഫ് ഫയർ. വിങ്സ് ഓഫ് ഫയർ കറക്റ്റ് ആൻസർ ആണ്. സ്വാഭാവികമായിട്ടും 5 ക്വസ്റ്റ്യനിലും 3 ക്വസ്റ്റ്യനിലും ആൻസർ ചെയ്തത് അനീഷ മാം ആണ്. ഇതിന്റെ വിന്നർ അനീഷ മാം ആണ്. എങ്കിലും 2 ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ആർക്ക് വേണമെങ്കിലും ആൻസർ ചെയ്യാവുന്നതാണ്. എല്ലാ പാർട്ടിസിപ്പൻസിനും ആൻസർ ചെയ്യാവുന്നതാണ്. പോൾ ജി സ്ലോട്ട്സ് അദ്ദേഹത്തിന്റെ ഏത് പുസ്തകത്തിലാണ് AQ എന്ന ആശയം പറഞ്ഞിട്ടുള്ളത്? ക്വസ്റ്റ്യൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. പോൾ ജി സ്ലോട്ട്സ് അദ്ദേഹത്തിന്റെ ഏത് പുസ്തകത്തിലാണ് AQ എന്ന ആശയം പറഞ്ഞിട്ടുള്ളത്? ആർക്ക് വേണമെങ്കിലും ആൻസർ പറയാവുന്നതാണ്. അനീഷ മാം ഇതിന്റെ ആൻസർ അറിയാമോ?
ഹലോ അറിയാം ഹലോ ആരെങ്കിലും ആ മാം തന്നെ പറയുന്നുണ്ട്. പറഞ്ഞു ഇവിടെ വേറെ ഓക്കെ. അഡ്വേഴ്സറി ക്വസ്റ്റ്യൻ ടേണിംഗ് ഒബ്സ്റ്റക്കിൾസ് ഇൻ ടു ഓപ്പർച്യൂണിറ്റീസ്. കറക്റ്റ് ആൻസർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു പേര് മാത്രം ചോദിക്കുന്നു. ഇമോഷണൽ ഇന്റലിജൻസ് എന്ന ആശയം പ്രചാരത്തിൽ വരുത്തിയത് ആരാണ്? ഇമോഷണൽ ഇന്റലിജൻസിനെ കുറിച്ച് കൂടുതൽ പ്രചാരത്തിലായത് 1995 മാം പറയുന്നത്. അത് ആരാണ് അതിനെ കുറിച്ച് കൂടുതൽ പ്രചാരണം നടത്തിയത്? പീറ്റർ. ഓക്കെ, മാം തന്നെ കണ്ടുപിടിച്ചത്. പീറ്റർ ആണോ? പീറ്റർ. ഡാനിയൽ ഗോൾമാൻ. ഡാനിയൽ ഗോൾമാൻ. ഡാനിയൽ ഗോൾമാൻ. ഡാനിയൽ ഗോൾമാൻ. താങ്ക് യു. ആൻസർ പറഞ്ഞത് നിഷ തന്നെയാണോ? ഐഷ. 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 ഓക്കെ, ഐഷ മാം, കൺഗ്രാറ്റ്സ്. അപ്പോ ഇന്നത്തെ നമ്മുടെ വിന്നറും അനീഷ മാം തന്നെയാണ്. നമുക്ക് കുറച്ചും കൂടി ഈ ടീ ടോക്കിന്റെ ഒക്കെ വെബിനാർ വരുമ്പോൾ നമുക്ക് ഇത്രയും കൂടി എല്ലാവർക്കും ആൻസർ ചെയ്യാൻ സാധിക്കട്ടെ. അനീഷ മാമിന്റെ ഒരു ആ ക്യൂരിയോസിറ്റിയും ഒരു വിഷയത്തോടുള്ള താല്പര്യവും നമ്മൾ എടുത്തു പറയേണ്ടത് തന്നെയാണ്. കൺഗ്രാറ്റ്സ് മാം. ടീ ടോക്കിന്റെ ഇന്നത്തെ ഒരു എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് വോട്ട് ഓഫ് താങ്ക്സിനായിട്ട് റാഷിദ മാമിനെ സ്വാഗതം ചെയ്യുന്നു. Hi, റഷീദ്. thank you. ഉം. Hi, thank you, രശ്മി മാം. താങ്ക് യു നമ്മുടെ റാഷിദ. നമ്മുടെ ടി ടോക്കിന്റെ 14ാമത്തെ സെഷനാണ്. വളരെ ഭംഗിയായിട്ട് ലീഡ് ചെയ്ത നമ്മുടെ മോഡറേറ്റർ രശ്മി മാമും നല്ല രീതിയിൽ നമുക്ക് സെഷൻ അവതരിപ്പിച്ച ജുൽ മാമിനെ നമുക്ക് നല്ല രീതിയിൽ പരിചയപ്പെടുത്തി തന്ന നമ്മുടെ ട്രാൻസ്ഫർ ഗ്രൂപ്പിനെ കുറിച്ചും വളരെ ഭംഗിയായിട്ടും നല്ല വിശദമായിട്ടും നമുക്ക് പരിചയപ്പെടുത്തി തന്ന രശ്മി മാമിനും നമ്മുടെ ഗ്രൂപ്പിന്റെ അതിനുവേണ്ടി നമ്മൾ താങ്ക് യു മാം, നന്ദി പറയുന്നു. അതുപോലെ നമുക്ക് നല്ല രീതിയിലാണ് ക്ലാസ് എടുത്ത ജുൽ മാം. നമ്മുടെ ഇപ്പോഴത്തെ സമൂഹത്തിലും ഇപ്പോഴത്തെ സാഹചര്യത്തിലും നമ്മളുടെ കരിയർ ഗൈഡൻസ് എല്ലാവർക്കും അറിയണമാണ്. എല്ലാവർക്കും പഠിക്കണം, എന്താണെന്ന് അറിയാത്ത ഒരു സിറ്റുവേഷൻ ആണ്. കുറെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വെച്ച് പഠിക്കും, പക്ഷെ സർട്ടിഫിക്കറ്റ് ഇങ്ങനെ അട്ടിയായിട്ടിരിക്കും അല്ലെ? ഇപ്പോഴത്തെ സമൂഹത്തിൽ നമ്മൾ കണ്ടുവരുന്നതാണ് മക്കളുടെ കാര്യങ്ങളത്തെ രീതിയിൽ. അപ്പൊ അത് നല്ല ഭംഗിയായിട്ട് രീതിയിലാണ് നമ്മള് ജുൽ മാം ഇന്ന് അവതരിപ്പിച്ചു തന്നത്. അപ്പൊ നമ്മുടെ ട്രാൻസ്ഫർ ഗ്രൂപ്പിന്റെ പേരിൽ നമ്മുടെ രീതിയിലും സാർ മാം താങ്ക് യു മാം. പിന്നെ നമ്മുടെ താങ്ക് യു മാം. ഈ സെഷൻ സ്റ്റാർട്ട് ചെയ്ത മുതൽ ഈ സമയം വരെ നമ്മുടെ കർത്തവ്യം ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്ന നമ്മുടെ സൈൻ ലാംഗ്വേജ് ഇന്റർപ്രിട്ടേഷൻ നടത്തുന്ന ലൂയിസ് മാമിനും നമ്മളുടെ ട്രാൻസ്ഫർ ഗ്രൂപ്പിന്റെ പേരിലും നമ്മുടെ പേരിലുമെല്ലാം നമ്മൾ നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ക്വിസ് കോമ്പറ്റീഷൻ വളരെ രസകരമായ രീതിയിലായിരുന്നു ക്വിസ് കോമ്പറ്റീഷൻ നടന്നത്. കാരണം നമ്മൾ 3 പറഞ്ഞപ്പോ തന്നെ നമ്മൾ വിജയിയെ തിരഞ്ഞെടുത്തു. അപ്പോ 2 നമ്മൾ ഭംഗിയായിട്ട് രശ്മിമാൻ അവതരിപ്പിച്ചു. അപ്പം അത്രയും നല്ല രീതിയിൽ ക്വിസ് കോമ്പറ്റീഷനിൽ പങ്കെടുത്ത എല്ലാ ഓഡിയൻസിനും അതുപോലെ ഇന്നത്തെ വിജയിയായ അനീഷ മാമിനും നമ്മളുടെ ട്രാൻസ്ഫർ ഗ്രൂപ്പിന്റെ പേരിലും നമ്മുടെ പേരിലെല്ലാം നമ്മൾ നന്ദി അറിയിക്കുന്നു. പിന്നെ എല്ലാ വ്യാഴാഴ്ചകളിലും നമ്മുടെ ട്രാൻസ്ഫർ ഗ്രൂപ്പിന്റെ വ്യത്യസ്ത പ്രോഗ്രാമുകളുമായിട്ട് അല്ലെങ്കിൽ വ്യത്യസ്ത ക്ലാസ്സുകളും ആനുകാലിക വിഷയങ്ങൾക്കുമായിട്ടും നമ്മൾ അടുത്ത ആഴ്ചയും നമ്മൾ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. ഇതുവരെ ഇട്ട എല്ലാ ഓഡിയൻസിനും നമ്മൾ നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഗുഡ് നൈറ്റ്. താങ്ക് യു. Thank you so much. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ്. എല്ലാവർക്കും നന്ദി. ഫീഡ്ബാക്ക് പറഞ്ഞ എല്ലാവർക്കും താങ്ക് യു.